Hi students, welcome to Compass International. നമ്മുടെ പ്രീവിയസ് സെഷനിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജിയിലേക്ക് ഏതൊക്കെ കൺട്രീസ് അല്ലെങ്കിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് നമുക്ക് നല്ലതെന്നുള്ളൊരു ഓപ്ഷൻസിലേക്കായിരുന്നു നമ്മൾ നോക്കിയത്. അതിൽ തന്നെ നമ്മൾ എഞ്ചിനീയറിംഗിൽ വരുന്ന സ്ട്രീംസ് ഏതൊക്കെ കൺട്രീസ് ആണെന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ്റ് കോഴ്സ് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെ കൺട്രീസ് അല്ലെങ്കിൽ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെ ഉള്ളതാണ് എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോർമലി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതൊരു വൈഡ് ഏരിയ ആണ്. എഞ്ചിനീയറിംഗ് പോലെ തന്നെ വലിയൊരു അലൈഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒരുപാട് വരുന്ന ഒരു കോഴ്സ് ഏരിയയും കൂടെയാണ് മാനേജ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ബിസിനസ് മാനേജ്മെൻറ്റ്, ഈവൻറ്റ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് എന്നീ ഒരുപാട് അലൈഡ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഓരോ പ്രോഗ്രാംസിനും ഓരോ കൺട്രീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷൻ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് ബ്രോഡ് എക്സ്പെർട്ട് ആയതുകൊണ്ട് നമുക്ക് ജനറലി പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. കാരണം ഓരോ യൂണിവേഴ്സിറ്റി അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേകതകളുണ്ട്. എന്നിരുന്നാലും നമ്മളൊരു ജനറലി നോക്കുമ്പം ഏതൊക്കെയാണ് ടോപ്പ് 5 കൺട്രീസ് ഈ ഒരു മാനേജ്മെൻറ്റ് കോഴ്സിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. ഫസ്റ്റ് കൺട്രി അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് കൺട്രി ഈ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് കോഴ്സ് ഏരിയയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ USA തന്നെയാണ്. ഐവി ലീഗ് പോലുള്ള യൂണിവേഴ്സിറ്റീസ്, ഫോർ എക്സാമ്പിൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, MIT യൂണിവേഴ്സിറ്റീസൊക്കെ കാലങ്ങളായിട്ട് തന്നെ ഈ ഒരു മേഖലയിൽ മികച്ച ഒരു കരിക്കുലമാണ് ഫോളോ ചെയ്യുന്നത്. ഈ യൂണിവേഴ്സിറ്റീസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് US-ൻ്റെ കാര്യം എടുത്തു പോകുമ്പോൾ സ്റ്റെം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാംസ് ആണിത്. സ്റ്റെം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. അത് അറിയില്ലെങ്കിൽ അത് വേറെ ഒന്നുമല്ല, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ് വരുന്ന ഫീൽഡ് കോഴ്സിനെല്ലാം നമ്മൾ സ്റ്റെം ബേസ്ഡ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. നോർമലി US-ൽ സ്റ്റെം ബേസ്ഡ് പ്രോഗ്രാംസിന് മാത്രമാണ് റിക്കഗ്നിഷൻ ഉള്ളത്. അതിൽ ലാസ്റ്റ് ആണ് നമ്മൾ ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. MIT പോലെയുള്ള അല്ലെങ്കിൽ സ്റ്റാൻഫോർഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റീസിൽ വളരെ മികച്ച വിദ്യാഭ്യാസമാണ് നോർമലി US കൊടുക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ ഐവി ലീഗ് പോലത്തുള്ള യൂണിവേഴ്സിറ്റി, കാരണം എല്ലാവർക്കും MIT അല്ലെങ്കിൽ സ്റ്റാൻഫോർഡ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഒരുപാട് യൂണിവേഴ്സിറ്റി ഇപ്പോൾ 60% അല്ലെങ്കിൽ 70% അബവ് ഉള്ള യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കരിക്കുലം ഉണ്ട്. നോർമലി US-ൽ ഒരു PG കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 2 years ആണ്. ഇപ്പോൾ ഒരു പബ്ലിക് കോളേജ് അല്ലെങ്കിൽ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഓൺ ആൻ ആവറേജ് നമുക്ക് ഒരു 5 lakh അല്ലെങ്കിൽ 7 lakh rupees മുതൽ ഒരു പെർ ഇയർ കോഴ്സ് ഫീസ് വരുന്ന റേഞ്ച് വരുന്ന യൂണിവേഴ്സിറ്റീസിന്. നേരെ മറിച്ച് ഒരു പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകുന്ന ഒരു യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ അത് മോസ്റ്റ് പ്രോബ്ലി ഒരു 10 lakh rupees മേലെ ആയിരിക്കും മിക്ക ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലും ഫീ സ്ട്രക്ചർ പോകുന്നത്. നോർമലി മികച്ച ഒരു യൂണിവേഴ്സിറ്റി ഇപ്പോൾ US-ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Tier 1 യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ Tier 2 യൂണിവേഴ്സിറ്റീസിലാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇംഗ്ലീഷ് ലാംഗ്വേജ് അസസ്മെൻറ്റ് മാൻഡേറ്ററി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോഫലോ IELTS PTO മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. അതുമല്ലാന്നുണ്ടെങ്കിൽ വിസൈഡ് ഇൻ്റർവ്യൂസിൽ ചില കേസസിലാണെങ്കിൽ അത് ഇഷ്യൂസ് വരാറുണ്ട്. സോ നോർമലി ഈ പബ്ലിക് ഫണ്ട് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ മികച്ച ഒരു Tier 1-ൽ നിൽക്കുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ അഡ്മിഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇൻടേക്കാണ്. ഓൾമോസ്റ്റ് നെക്സ്റ്റ് ഇയറിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ്. ഓൾമോസ്റ്റ് ഒരു Tier 1 യൂണിവേഴ്സിറ്റി ആകുമ്പോൾ പറഞ്ഞ പോലെ ആ കാറ്റഗറിയിലുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ ഡെഡ് ലൈൻ വരുന്നത്, മികച്ച യൂണിവേഴ്സിറ്റീസിൻ്റെ ഡെഡ് ലൈൻ വരുന്നത് ഈ വരുന്ന 26, അതായത് January 26 ഒരു ഫെബ്രുവരിയോടെയൊക്കെ ആയിരിക്കും Tier 1 കാറ്റഗറിയിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസിൻ്റെ ഡെഡ് ലൈൻസ് വരുന്നത്. സോ USA ഓപ്ഷൻസ് നോക്കുന്ന ഒരു കുട്ടികൾ, അതിപ്പോൾ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രി പാസ് ഔട്ട് ആയ കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോഴേ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് കൺട്രി മാനേജ്മെൻറ്റ് ഫീൽഡിൽ ഒരു മികച്ച നിലവാരം പുലർത്തുന്ന ഒരു കൺട്രിയാണ് ഫ്രാൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യയായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു റിലേഷൻ വയ്ക്കുന്ന ഒരു കൺട്രിയും കൂടെയാണ് ഫ്രാൻസ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല കോളേജസിലും അല്ലെങ്കിൽ സ്കൂളിലും ഒരു സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫ്രഞ്ച് തന്നെയാണ്. പിന്നെ വേൾഡിലേക്കും തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹയസ്റ്റ് സ്പീക്കിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഞ്ചിൽ തന്നെയാണ്. സോ ഇനി നമുക്ക് കോഴ്സിലേക്ക് കിടക്കാം. നോർമലി നമുക്ക് ഫ്രാൻസിലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കോളേജ് ലെവലിൽ നമുക്കൊരു 3 കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒന്ന് ഗ്രാൻഡ് ഈക്വൽ, പിന്നെ നോർമൽ കോളേജസ്. ഗ്രാൻഡ് ഈക്വൽ എന്ന് പറയുമ്പോൾ നോർമലി ഒരു സിംപ്ലി ഒരു എക്സാമ്പിൾ അറിയുകയാണെങ്കിൽ നമ്മളിവിടുത്തെ ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ,
അതായത് ടയർ 1 യൂണിവേഴ്സിറ്റീസ് എന്ന് നമ്മൾ പറയാറില്ല എന്ന് പറയുന്ന പോലെയാണ് ഗ്രാൻഡ് ഈക്കോൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഫ്രാൻസിൽ വരുന്നത്. നോർമലി വളരെ ഹൈ റാങ്കിങ്, അതായത് അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടികൾ, ഒരു 80% 90% ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഗ്രാൻഡ് ഈക്കോൾ. ഈക്കോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സെക്കൻഡ് കാറ്റഗറിയാണ് ഒരു 70% അബവ് അക്കാഡമിക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈക്കോൾ എന്ന് പറയുന്നത്. കോളേജസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പോലെ നോർമൽ കോളേജസ് ആണ്. ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അവരുടെ റിക്കഗ്നീഷൻസും അവരുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻസ് തന്നെയാണ്. പിന്നെ ഫ്രാൻസിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ബ്രോഡായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫെസിലിറ്റീസ് അവർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും ഇന്ത്യൻ സ്റ്റുഡൻസിന്. ബിക്കോസ് നമ്മളെ ഫ്രാൻസും നമ്മുടെ ഇന്ത്യയും തമ്മിലുള്ള ബൈലാറ്ററൽ എഗ്രിമെൻറ്റ് പ്രകാരം തന്നെ പോസ്റ്റ് സ്റ്റഡി വിസ ഒരു 5 ഇയേഴ്സിലേക്ക് അത് നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് മാത്രമാണ് നിലവിൽ ഫ്രാൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ്, അതായത് ആസ് പെർ ദി ഫ്രഞ്ച് ഗവൺമെൻറ് റൂൾ ഏത് പ്രോഗ്രാം നമ്മൾ PGയിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൻ്റെ കോഴ്സ് കംപ്ലീഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് ആസ് പെർ ദ ഫ്രഞ്ച് എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇന്ത്യൻ സ്റ്റുഡൻസ് ആരാണെങ്കിലും ഫ്രാൻസിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ മാൻഡേറ്ററി ആയിട്ട് അവരൊരു ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് നോർമലി പെയ്ഡ് ഇൻറ്റേൺഷിപ്സ് തന്നെയാണ്. ഈ ഇൻറ്റേൺഷിപ്സിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴ്സ് കഴിയുമ്പം നമുക്ക് കോഴ്സ് കംപ്ലീഷനോടൊപ്പം തന്നെ ഈ ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ആക്ച്വലി നമ്മൾ ജോബിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മൾ ഈ ഇൻറ്റേൺഷിപ്സ് ചെയ്യുന്നത് ഏതെങ്കിലും നോർമലി അവിടുത്തെ ഇൻഡസ്ട്രീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനീസിലോ ഒക്കെ ആയിരിക്കും. സെക്കൻഡ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അക്കോമഡേഷൻ ബെനിഫിറ്റാണ്. അതായത് എല്ലാ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും 40% വരെ അക്കോമഡേഷൻ ബെനിഫിറ്റ്സ് ഫ്രഞ്ച് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. സോ ഇത് വഴി നമ്മൾ അബ്രോഡ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രാൻസിലേക്ക് നോക്കുന്ന കുട്ടികൾ അവരുടെ ഒരു എക്സ്പെൻസ് നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. പിന്നെ നോർമലി ഇപ്പോൾ ഫ്രാൻസിലേക്കൊക്കെ MBA നോക്കുന്ന കുട്ടികൾക്ക് ഒരു അഡീഷണലി ഒരു സജഷൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫ്രാൻസിലേക്ക് MBA നോക്കുന്ന കുട്ടികൾക്ക് ഒരു മിനിമം 2 ഇയേഴ്സ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ MBA ലെവലിലേക്ക് ഒരു കോഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതർവൈസ് ഇപ്പോൾ അവർക്ക് മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ MSc ഇൻ മാനേജ്മെൻറ്റ് എന്നുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം MBAയിലേക്കാണ് മിനിമം 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. പക്ഷേ ഇൻ കേസ് നിങ്ങളിപ്പോൾ BBA കഴിഞ്ഞു അല്ലെങ്കിൽ BCom കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു BTech കഴിഞ്ഞൊരു കുട്ടി ഇപ്പോൾ MBAയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെൻറ്റ് പ്രോഗ്രാമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ MSc മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് എന്നുള്ള വളരെ മികച്ച ഒരു പ്രോഗ്രാം തന്നെയാണ്. പിന്നെ ഞാൻ മുമ്പ് പറയുകയുണ്ടായി ഫ്രാൻസിലേക്കുള്ള റാങ്കിങ്ങിൻ്റെ അതിൻ്റെ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള IIM ബാംഗ്ലൂർ അല്ലെങ്കിൽ IIM കാലിക്കറ്റ്, ഇത് നമുക്കറിയാം ഇന്ത്യയിലെ മികച്ച മാനേജ്മെൻറ്റ് സൈഡിൽ ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള കുട്ടികൾ അവരുടെ സ്റ്റഡി എക്സ്ചേഞ്ച് ചെയ്യാൻ വരുന്നത് അതല്ലെങ്കിൽ അവരുടെ ഒരു ലാസ്റ്റ് സെമസ്റ്റർ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വരുന്നത് ഫ്രാൻസിലുള്ള ഈ കോളേജസാണ്. ഞാൻ മുമ്പ് പറഞ്ഞുള്ള ഈക്കോൾ കാറ്റഗറി അല്ലെങ്കിൽ ഗ്രാൻഡ് ഈക്കോൾ കാറ്റഗറി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും സ്കീമ സ്കൂൾ ഓഫ് ബിസിനസ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, നിയോമ ബിസിനസ് സ്കൂളിന് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ESE റെനസ് സ്കൂൾ ഓഫ് ബിസിനസ്സിന് കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഇവിടെ വന്ന് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന കോളേജസാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് പോകുമ്പോൾ മാനേജ്മെൻറ്റ് എടുത്തു പോകുമ്പോൾ ഡയറക്റ്റ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. സോ നമുക്കറിയാം ആ ഒരു IIM ഒരു സ്റ്റുഡൻറ്റ് ഇൻറ്റേൺഷിപ്പ് വരിക എന്ന് പറയുമ്പോൾ ആ ഒരു കോളേജിൻ്റെ റാങ്കിങ് എന്താണെന്ന് ഉള്ളതല്ലേ. സോ നമുക്ക് തീർച്ചയായിട്ടും പറയാം ഫ്രാൻസ് എന്നുള്ളത് പൊതുവേ യൂറോപ്യൻ കൺട്രീസിലായിക്കോട്ടെ അല്ലെങ്കിൽ പൊതുവെ വേൾഡിലെങ്കിലും ആയിക്കോട്ടെ മാനേജ്മെൻറ്റ് സെക്ടറിൽ വളരെ മികച്ച ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രി തന്നെയാണ്. നെക്സ്റ്റ് കൺട്രി എന്ന് പറയുന്നത് ജർമ്മനിയാണ്. നിങ്ങൾ പലർക്കാണെങ്കിൽ ജർമ്മനി ഒരു ടെക്നിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് വലിയ ഓപ്ഷൻസ് ഇല്ല എന്നുള്ള കുറേ തോട്ട്സ് ഉള്ള കുട്ടികളുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല. ജർമ്മനിയിൽ വളരെ മികച്ച റാങ്കിങ്ങിൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ SRH യൂണിവേഴ്സിറ്റി, അതേപോലെ ഹീഡൽബർഗ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഫ്രീബർഗ് യൂണിവേഴ്സിറ്റി. ഇതൊക്കെ ഓൾമോസ്റ്റ് ഒരു 100+ അല്ലെങ്കിൽ 200+ ഇയേഴ്സ് ആയിട്ടുള്ള റൺ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ മാനേജ്മെൻറ്റ് പ്രോഗ്രാംസിന്
GMAT മാൻഡേറ്ററി ആണ്. സോ കുട്ടികൾ ആരെങ്കിലും ഇപ്പോൾ ജർമ്മനി അപ്ലൈ ചെയ്യാൻ നോക്കുന്നവരാണെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾക്ക് GMAT നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അസസ്മെൻറ്റും ക്ലിയർ ചെയ്തിരിക്കണം. കാരണം മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് എല്ലാം ഓൾമോസ്റ്റ് ഇംഗ്ലീഷിൽ തന്നെയാണ്. സോ ഇംഗ്ലീഷ് പ്രോഗ്രാംസ് ആയതുകൊണ്ട് തന്നെ IELTS അല്ലെങ്കിൽ TOEFL മാൻഡേറ്ററി ആണ്. പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ജർമ്മനിയിലേക്ക് പോകുന്ന എല്ലാ കുട്ടികളും ഇന്ത്യൻസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും APS മാൻഡേറ്ററി ആണ്. സോ ബേസിക്കലി ഇപ്പോൾ ജർമ്മനിയുടെ ഒരു ഇൻടേക്ക് എന്ന് പറയുകയാണെങ്കിൽ നോർമലി ഒരു കൊല്ലം മിക്ക യൂണിവേഴ്സിറ്റി 2 ഇൻടേക്ക് അല്ലെങ്കിൽ 3 ഇൻടേക്ക് അല്ലെങ്കിൽ മിക്ക യൂണിവേഴ്സിറ്റിക്ക് റോളിംഗ് ഇൻടേക്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഏത് ഇൻടേക്ക് ആണെങ്കിലും APS മാൻഡേറ്ററി ആയതുകൊണ്ട് തന്നെ നമ്മൾ കോഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഡിസൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ APSന് അപ്ലൈ ചെയ്യാം. കാരണം APS വരാൻ 2 to 3 months ഡിപ്പെൻഡിങ് ഓൺ യൂണിവേഴ്സിറ്റി 2 to 3 months വരെ എടുക്കാം. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ കൊല്ലം ജർമ്മനിയുടെ ഒരു റൂൾ ചേഞ്ച് ഉണ്ട് റിഗാർഡിങ് ടു വിസ ആപ്ലിക്കേഷൻ. വിസയുടെയും കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. സോ ജർമ്മനി നോക്കുന്ന കുട്ടികൾ ഓൾമോസ്റ്റ് ഒരു 10 months മുമ്പെങ്കിലും നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. നോർമലി ഇപ്പോൾ ജർമ്മനിയിൽ ഒരു ഫീസ് റേഞ്ച് പറയുകയാണെങ്കിൽ നോർമലി മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് 90% കോഴ്സസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് പഠിപ്പിക്കുന്നത്. സോ ഓൺ ആൻഡ് ആവറേജ് ഒരു ഫീസ് റേഞ്ച് എന്ന് പറയുന്ന ഒരു 8 to 10 lakh rupees മുതലായിരിക്കും ഫീസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുക. മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, ബിസിനസ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ. ഇതിൽ എടുത്തു പറയാനുള്ളത് എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ് ആണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ് ഡയറക്റ്റ്ലി ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ 3 to 4 years അല്ലെങ്കിൽ മിനിമം 2 years റിലേറ്റഡ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് MBA എടുക്കാൻ പറ്റുള്ളൂ. ഈ MBA തന്നെ ഡിഫറെൻറ്റ് സ്ട്രീംസ് വരുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ MBA അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ഒരു ജനറൽ ടോപ്പിക്ക് മാത്രമാണ്. നമുക്ക് ഇതിൻ്റെ അണ്ടറിൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, റിസ്ക് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ ഒരു ഹ്യൂമൻ സൈക്കോളജി അല്ലെങ്കിൽ ഒരു പീപ്പിൾ മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ MBA ഇൻ HR മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. സോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ജർമ്മനി ഈസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജർമ്മനിയാണ് നിങ്ങളുടെ ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 8 to 10 months മുമ്പെങ്കിലും നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഫോർത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചും ഇന്ത്യൻസിന് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു രാജ്യം കൂടെയാണ് യുണൈറ്റഡ് കിങ്ഡം ഓർ UK. നമ്മൾ ഇന്ത്യൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി ഫോളോ ചെയ്യുന്നത് നമ്മളൊരു ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഫോറിൻ കൺട്രി നോക്കുകയാണെങ്കിൽ UK നിലവിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നത്. അതിൻ്റെ വൺ റീസൺ ഇത് തന്നെയാണ്. സെക്കൻഡ് റീസൺ, നമ്മൾ ഒരു ടോപ്പ് 50 യൂണിവേഴ്സിറ്റീസ് വേൾഡിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 60% യൂണിവേഴ്സിറ്റീസ് വരുന്നത് നമ്മൾ UKയിലുള്ള റസൽ ഗ്രൂപ്പുള്ള യൂണിവേഴ്സിറ്റീസാണ്. റസൽ ഗ്രൂപ്പ് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഇംപീരിയൽ കോളേജ് അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെ റസൽ ഗ്രൂപ്പിൽ വരുന്ന യൂണിവേഴ്സിറ്റീസാണ്. ഇനി എന്തുകൊണ്ടാണ് UK ഒരു മികച്ച വിദ്യാഭ്യാസ കേന്ദ്രമായത്, അതായത് MBAക്ക് വേണ്ടിയിട്ട്? കാരണം ഈ ഒരു റസൽ ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് 70% ഓഫ് ദി പ്രോഗ്രാംസ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ MBA റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്ത്യൻസിന് വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് UK ഫോളോ ചെയ്യുന്നത്. അവരുടെ അഡ്മിഷൻ പ്രൊസീജിയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വിസ പ്രൊസീജിയർ ആയിട്ട് വളരെ സിമ്പിളാണ്. നോർമലി ഏത് കൺട്രി നോക്കിയാലും ഇപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലെ ആണെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലെ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് UK ഫോളോ ചെയ്യുന്നത്. നിലവിൽ ഏത് പ്രോഗ്രാം, ഇപ്പോൾ മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, ഏത് പ്രോഗ്രാമിൻ്റെ ബ്രാഞ്ചസും സബ് ബ്രാഞ്ചസും UKയിൽ ഓൾമോസ്റ്റ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഫ്രാൻസ് പോലെ തന്നെ UKയിൽ പല യൂണിവേഴ്സിറ്റീസും പ്ലേസ്മെൻറ്റും ഓഫർ ചെയ്യുന്നുണ്ട്. ചില യൂണിവേഴ്സിറ്റി പ്ലേസ്മെൻറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, ചില യൂണിവേഴ്സിറ്റി അതിന് അഡീഷണൽ ചാർജ് ചെയ്യുന്നുണ്ട്. ചില യൂണിവേഴ്സിറ്റീസ്, ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി ഓഫ് ലോ പോലുള്ള യൂണിവേഴ്സിറ്റി, ഇൻ കേസ് നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജോബ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 50% ഓഫ് ദി ട്യൂഷൻ ഫീസ് റീഫണ്ടും ചെയ്ത് തരുന്നൊരു ഓപ്ഷൻസാണ്. പിന്നെ UKയിൽ നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് മിക്ക യൂണിവേഴ്സിറ്റീസിലും IELTS ചോദിക്കുന്നില്ല.
അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ 10th and 12th നമുക്ക് ഇംഗ്ലീഷിൽ 60 to 70% എബവ് ഉണ്ടെങ്കിൽ പല യൂണിവേഴ്സിറ്റീസ് നമുക്ക് IELTS വേവർ തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഫീസ് പല ഇൻസ്റ്റാൾമെൻറ്റിൽ പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ വിസ സക്സസ് റേറ്റ് നമുക്ക് 100% തന്നെ പറയാം. പിന്നെ നല്ലൊരു എന്താ പറയുക, മികച്ചൊരു വിദ്യാഭ്യാസം, ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നോക്കുന്ന കുട്ടികൾക്ക് UK ഇപ്പോഴും നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. പിന്നെ UK ഇൻടേക്സ് വരുമ്പോൾ മെയിൻലി ആക്ച്വലി സെപ്റ്റംബർ ഇൻടേക്ക് തന്നെയാണ് മെയിൻ ഇൻടേക്ക്. പക്ഷേ നമുക്ക് ജനുവരിയും അതേപോലെ മിഡ് ഇൻടേക്കായ മെയ് ഇൻടേക്കും വരുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺട്രി സ്വിറ്റ്സർലൻഡ്. അപ്പോൾ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൂടി വരുന്നത് എന്താ? അവരുടെ മൗണ്ടൻസ്, അല്ലെങ്കിൽ അവരുടെ ഫുഡ്സ്, അവരുടെ ചോക്ലേറ്റ്സ്, അവരുടെ മിൽക്ക് പ്രോഡക്ട്സ്, ഇതൊക്കെയാണ് വരുന്നത് അല്ലേ? കറക്റ്റ് തന്നെയാണ്. കാരണം ഈ ഇൻഡസ്ട്രീസ് മാനേജ് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റ് സിസ്റ്റം വേണം, അല്ലെങ്കിൽ അവിടെ ആ ഒരു ബിസിനസ് ട്രാക്ക് കറക്റ്റ് ആണ് അല്ലേ? സ്വിറ്റ്സർലൻഡ് ഒരിക്കലും ഒരു എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയേ അല്ല. കാരണം അതൊരു ഫാമിംഗ് കൺട്രിയാണ്. ഫാമിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസും കമ്പനീസുമാണ് അവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ നോർമലി സ്വിറ്റ്സർലൻഡിൽ ഒരു കാര്യം പറയുമ്പോൾ ആദ്യം കുട്ടികൾ ശ്രദ്ധിക്കുന്നത്, സ്വിറ്റ്സർലൻഡ് ഈസ് വൺ ഓഫ് ദി കോസ്റ്റ്ലിയസ്റ്റ് കൺട്രി. നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോണ കുട്ടികൾ ഫിനാൻഷ്യലി നല്ല പ്ലാനിങ്ങോടെ വേണം പോകാനായിട്ട്. കാരണം മികച്ചൊരു വിദ്യാഭ്യാസം തന്നെയാണ് സ്വിറ്റ്സർലൻഡിൽ, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്തൊരു കൺട്രിയാണ് സ്വിറ്റ്സർലൻഡ്. അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിക്കോട്ടെ വളരെ വേൾഡ് ക്ലാസ് ആണ്. കാരണം ഈ കാര്യത്തിലേക്ക് വളരെ ഒരു സ്ട്രിക്ട്നെസ് ഫോളോ ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അവരുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു കൺട്രിയാണ്. അത് ഈവൻ ഡൊമസ്റ്റിക് സ്റ്റുഡൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ. സോ ഞാൻ പറഞ്ഞു വന്നത്, ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രം സ്വിറ്റ്സർലൻഡിലേക്ക് പ്ലാൻ ചെയ്യുക. ബിക്കോസ് വൺ ഓഫ് ദി കോസ്റ്റ്ലിയസ്റ്റ് കൺട്രിയാണ്. ഓൺ ആൻ ആവറേജ് ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 20 lakh rupees-ന് മേലെ ആയിരിക്കും. 1 year ഫീസ് തന്നെ ഒരു 18 to 20 മേലെ പോകും. ലിവിങ് എക്സ്പെൻസ് തന്നെ അത്രയും തന്നെ വരും. ലിവിങ് എക്സ്പെൻസ് ഇത്രയും കോസ്റ്റ്ലി ആണ് സ്വിറ്റ്സർലൻഡിൽ. ഒരു 8 to 10 lakh rupees പെർ ഇയർ വരും. സോ പ്രോപ്പർലി വൈസായിട്ട് പ്ലാൻ ചെയ്തിട്ട് മാത്രം സ്വിറ്റ്സർലൻഡ് സെലക്ട് ചെയ്യുക. പിന്നെ നോർമലി മറ്റുള്ള കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിക്ക യൂണിവേഴ്സിറ്റീസിലും IELTS ചോദിക്കുന്നത്. കാരണം സ്വിറ്റ്സർലൻഡ് ഒരു യൂറോപ്യൻ കൺട്രിയാണ്. നമ്മൾ ആപ്ലിക്കേഷൻ ഇടുമ്പം തന്നെ അവർ നോക്കും ഹൗ ഗുഡ് സ്റ്റുഡൻറ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ്. അപ്പം നല്ലൊരു കമാൻഡ് സ്റ്റുഡൻറ്റ് ഇംഗ്ലീഷിലുണ്ടെന്നുണ്ടെങ്കിൽ IELTS വേവറാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇൻടേക്സിനെ കുറിച്ചാണ്. ഇൻടേക്സ് ആക്ച്വലി 2 intakes ആണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് ജാനുവരി ഇൻടേക്കും പിന്നെ അതേപോലെ സെപ്റ്റംബർ ഇൻടേക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ മറ്റുള്ള കൺട്രീസ് പറഞ്ഞു പോയപ്പോൾ എല്ലാ കൺട്രീസിലും ഒരു പോസ്റ്റ് സ്റ്റഡി വിസ ഉണ്ട്. ബട്ട് നോർമലി സ്വിറ്റ്സർലൻഡിൽ പോസ്റ്റ് സ്റ്റഡി വിസ ഇല്ല. ആൻഡ് അഗെയിൻ ലീഗലി പാർട്ട് ടൈം ജോബ് അലൗഡ് അല്ല. 20 hours ഒക്കെ മറ്റുള്ള കൺട്രീസിൽ ഉണ്ടെങ്കിൽ പോലും നോർമലി സ്വിറ്റ്സർലൻഡിൽ അത് ഇല്ല. പക്ഷേ അവർ കുട്ടികൾക്ക് വേറൊരു ഫെസിലിറ്റി കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സെമസ്റ്ററിലും മാൻഡേറ്ററി ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. അത് 100% പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് തന്നെയാണ്. സോ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടൊക്കെ നിങ്ങൾക്ക് സ്റ്റഡീസിലിരിക്കുമ്പം തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മിക്ക യൂണിവേഴ്സിറ്റി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി വർക്ക് ചെയ്യുന്ന BHMS ആയിട്ടൊക്കെയാണ്, അതേപോലെ സീസർ റിറ്റ്സ് ഉണ്ട്, HTMI ഉണ്ട്. ഇവർക്കൊക്കെ ഒരു പ്ലേസ്മെൻറ്റ് സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികൾ ഇപ്പോൾ ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്കിനും തന്നെ ഫൈനൽ ഇയറിൻ്റെ ഒരു ഫസ്റ്റ് സെമസ്റ്റർ, അതായത് ഒരു 3rd സെമസ്റ്റർ ആകുമ്പോൾ തന്നെ CV ബിൽഡിങ്, പ്രിപ്പയറിങ് ഫോർ ദ ഇൻ്റർവ്യൂ, ഇതിനൊക്കെയുള്ള ഒരു അസിസ്റ്റൻസ് അവർ തരുന്നുണ്ട്. ഓൾമോസ്റ്റ് മിക്ക യൂണിവേഴ്സിറ്റീസും 100% പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്യാമ്പസിനകത്തിൽ വർക്ക്ഷോപ്സ് നടത്തുന്നുണ്ട്, ഇൻവൈറ്റ്സ് ചെയ്യുന്നുണ്ട് പല കമ്പനീസ്. സോ ഇത് കുട്ടികൾക്ക് ഒരു ജോബ് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ മാക്സിമം നിങ്ങൾ അത് ഗ്രാസ്പ് ചെയ്ത് അതുവഴി നിങ്ങളൊരു എൻട്രി നോക്കുക. ബട്ട് അതർവൈസ് നമ്മളൊരു പഠിച്ച് കഴിഞ്ഞിട്ട് നിൽക്കാനുള്ള ഓപ്ഷനിലേക്കാണെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ ഒരിക്കലും പോസിബിൾ അല്ല. ബട്ട് ഷെങ്കൻ കൺട്രി ആണ്, നല്ലൊരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ്. പിന്നെ സ്വിറ്റ്സർലൻഡ് വേറൊരു പ്രത്യേകത, അതായത് പീസ്ഫുൾ കൺട്രി ആയതുകൊണ്ട് തന്നെ ഗേൾസ് സ്റ്റുഡൻസിനും അതേപോലെ അക്കോമഡേഷനൊക്കെ ആണെങ്കിൽ വളരെ സേഫാണ്. ഇപ്പോൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇപ്പോൾ അതല്ല, ഇപ്പം മാനേജ്മെൻറ്റ് സൈഡിൽ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞു പല ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ
ഇപ്പോൾ കൾണറി മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. ഇനി അതല്ല, ചില കുട്ടികൾക്ക് സ്വന്തമായിട്ട് പേസ്ട്രീസ് അല്ലെങ്കിൽ ഒരു ബേക്കറി അല്ലെങ്കിൽ ഒരു കൺഫെക്ഷണറി പ്ലാനിങ്ങിലുണ്ട്. അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ സ്വീഡൻ ഡെഫിനറ്റ്ലി നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ കണ്ടു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ് ഏരിയയിൽ നിലവിലെ ടോപ്പ് 5 ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓരോ കൺട്രീസിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓരോ കൺട്രീസിന് അവരുടേതായിട്ടുള്ള ഹൈലൈറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ റിസ്ക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അവർ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കോഴ്സസ് ഒക്കെ വളരെ ഫേമസ് ആണ്. അതേപോലെ കാനഡയിലാണെങ്കിലും ഹോസ്പിറ്റാലിറ്റി കോഴ്സസ് ഒക്കെ വളരെ ഫേമസ് ആണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ജസ്റ്റ് നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് ഡെസ്റ്റിനേഷൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ തന്നെ ഇപ്പോൾ ലോ ഫീസ് നോക്കുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് അവർക്ക് വലിയൊരു ഫിനാൻഷ്യൽ ക്രഞ്ചസിലേക്ക് പോവാതെ ബെറ്റർ ആയിട്ടുള്ളൊരു റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസ് നോക്കുന്ന കുട്ടികളും ഉണ്ടാവും. സോ അത് ഓരോ കൺട്രീസിന് അവരുടെ റിക്വയർമെൻറ്റ്, കാരണം ഓരോ സ്റ്റുഡൻറ്റ് ഡിഫറെൻ്റ് ആണ്, ഓരോ യൂണിവേഴ്സിറ്റി ഡിഫറെൻ്റ് ആണ്, ഓരോ കൺട്രിയുടെ റിക്വയർമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്. സോ ഇതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ബെറ്റർ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ബെറ്റർ ഒരു സൂട്ടബിൾ ഓപ്ഷൻസ് ഓരോരുത്തർക്കും നിങ്ങളുടെ ഒരു പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ, ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ നമ്മുടെ കോമ്പസ് ഇൻ്റർനാഷണലിൻ്റെ കേരളത്തിലുടനീളമുള്ള ഏതെങ്കിലും ഒരു ബ്രാഞ്ചസ് ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം.